Good afternoon, all. Good afternoon, ma'am. Good afternoon, miss. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Yeah. Okay. Starting നമുക്ക് Yes, miss. yes. Okay. Okay, miss. Prayer ഉണ്ട്. Okay. Start ചെയ്തു. Okay. അമ്മയാകുന്ന ഉണ്മയെ കാണണം, അച്ഛനാകുന്ന അൻപിനെ അറിയണം. അമ്മയാകുന്ന ഉണ്മയെ കാണണം, അച്ഛനാകുന്ന അൻപിനെ അറിയണം. അക്ഷരങ്ങളാൽ ആലമൃദൂട്ടുമാ വന്ദ്യഗുരുവിനെ നിത്യവും തൊഴുതണം. അക്ഷരങ്ങളാൽ ആലമൃദൂട്ടുമാ വന്ദ്യഗുരുവിനെ നിത്യവും തൊഴുതണം. നന്മയോലുന്ന ഹൃദയമുണ്ടെങ്കിലോ അവരിൽ കാൺമതുണ്ടഖിലേശനെ. നന്മയോലുന്ന ഹൃദയമുണ്ടെങ്കിലോ അവരിൽ കാൺമതുണ്ട് അഖിലേശനെ. Yeah. Okay. Next thought of the day. Good evening, Miss. Thought of the day. I am Vinita. If you wanted to achieve something in life, change the way, not the intention. Thank you, Miss. Okay. Sign it. Good afternoon, everyone. I am Anju. Today I signing with a Malayalam song. Miss Malayalam song കുഴപ്പമുണ്ടോ? Yeah, you got it. കൊച്ചുപുരയ്ക്കലയപ്പൂപ്പൻ പിച്ചക്കാരനൊരപ്പൂപ്പൻ പിച്ചയ്ക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുനാഴി. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരയ്ക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി, അപ്പം ചുടുവാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്ത് കലക്കിയിട്ട് ചുടുപറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. അതു കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അരിശം മൂത്തു പെട്ടെന്ന്. ആരു പറഞ്ഞു രണ്ടപ്പം കയ്യിലെടുക്കാൻ മൂപ്പിന്നെ? അപ്പണി കയ്യിലിരിക്കട്ടെ, അക്കൊതി മനസ്സിലിരിക്കട്ടെ. അമ്പടി കോതെ കൊതിയെത്തി കുമ്പ കുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂവി അപ്പൂപ്പൻ. തീപ്പുകയേറ്റോൾ ഞാനല്ലേ, അപ്പം ചുട്ടോൾ ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചു അമ്മൂമ്മ. അപ്പൂപ്പൻ ഒരു തൊഴി കിട്ടി, അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി. നല്ലൊരു പോംവഴി കണ്ടെത്തി കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ. ഇത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാം മിണ്ടാതെ. ആദ്യം മിണ്ടിയാൽ ഒറ്റപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. കൂവൻ കൂവി ഉറങ്ങിയിട്ടും സൂര്യൻ ചാഞ്ഞു മറഞ്ഞിട്ടും ഇരുവരും ഒന്നും മിണ്ടിയില്ല. മിണ്ടിയാൽ പുലിവാലാകില്ലേ? പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ ഞാവൂ ഞാവൂ വിളി കേട്ടു. അയ്യോ പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ, അയ്യാ മണ്ടി തോറ്റല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ ഉണ്ട കണ്ണുമിഴിച്ചിട്ട് നാവും നക്കി നുണച്ചിട്ട് ജനലും ചാടി മറഞ്ഞേ പോയി കള്ളിപ്പൂച്ച കരിമ്പൂച്ച. ഒഴിഞ്ഞ കൊട്ടയിൽ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ചു കിടക്കാനായി, പായ വിരിച്ചു കിടക്കാനായി. താങ്ക് യു. Yeah. Okay. Yeah. How are you all?
Fine, ma'am. Fine, teacher. Fine, ma'am. Yeah, fine. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ചെയ്തോ? പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് മലയാളം സെന്റൻസ് തന്നോ? പറയൂ. എന്താ പറഞ്ഞത് മനസ്സിലായില്ല. കുറച്ച് മലയാളം സെന്റൻസ് തന്നോ ഞാൻ പ്രസന്റ് ടെൻസ് റിവ്യൂ ചെയ്തിട്ട്? ഇല്ല, ഈ അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മതി. ഈ ടെൻസ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ. ഓക്കെ, നമുക്ക് പാസ്റ്റ് ടെൻസ് എടുക്കാം. കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് ടീച്ചർ പറഞ്ഞു ഈ 4 ടെൻസുകളും നന്നായി പഠിച്ചിട്ട് വരാന്, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് നന്നായി ഡിസ്കഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് ചെയ്യാട്ടോ. ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് സാറ്, ജോബ് സാറ് ഏതൊക്കെ പോർഷൻ എടുത്തു എന്ന് പറയും, ഏതൊക്കെ ചാപ്റ്റർ എടുത്തു എന്ന് പറയും? സാർ എന്ന് എടുത്തത് റൈറ്റിംഗിന്റെ 16 ആണ് എടുത്തത്. 16ഉം 13ഉം ഒക്കെയാണ് എടുത്തത്. 16 and 13 കംപ്ലീറ്റ് ആണ് അല്ലേ? കംപ്ലീറ്റ് സാറ് മാം എടുക്കുന്ന പോലെ ഇങ്ങനെയല്ല എടുത്തിരുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മളെ കൊണ്ട് വായിപ്പിക്കുക, മനസ്സിലാക്കിക്കുക, അതാ ചെയ്തിരുന്നത്. പിന്നെ റൈറ്റിംഗ് നമ്മളെ കൊണ്ട് സ്റ്റോറി അത് കണ്ടിന്യൂ ചെയ്ത് എഴുതിപ്പിച്ചിരുന്നു. പിന്നെ ഒരു ലെറ്ററും നമ്മളെ കൊണ്ട് എഴുതിച്ചു. സാർ എടുത്ത ഭാഗങ്ങൾ ഒന്നുകൂടി ടീച്ചർക്ക് എടുത്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലേ? എടുക്കണം. അത് എടുക്കണം മാം. എന്ന് വെച്ചാൽ അത് അങ്ങനെ ഇതൊരു ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു പോയത്. സാർ എടുത്തിട്ട് ഏതെങ്കിലും ചാപ്റ്റർ കംപ്ലീറ്റ് ആണെങ്കിൽ പിന്നെ എടുക്കണ്ടല്ലോ ഒന്ന് വിചാരിച്ചിട്ടാ ചോദിച്ചേ. ഓക്കെ, അപ്പൊ അതും കൂടെ വേണം എടുക്കാം. അപ്പൊ കുറച്ച് സ്പീഡിൽ പോണോ? വേണ്ടല്ലേ? വേണ്ട. ഓക്കെ, പാസ്റ്റ് ടെൻസ് എഴുതിക്കോളാം. അപ്പൊ ഫസ്റ്റ് പാസ്റ്റ് ടെൻസ് ചെയ്താ നോട്ട് എടുക്കാം. പാസ്റ്റ് ടെൻസ് ചെയ്താ പാസ്റ്റ് ടെൻസില് ഫസ്റ്റ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എഴുതി കൊടുക്കാം. സ്ട്രക്ചർ എഴുതാറുണ്ട്. പ്രസന്റ് ടെൻസ് നന്നായിട്ട് അറിയാമെങ്കിൽ, പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള എല്ലാ ടെൻസും, അതായത് പാസ്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും പഠിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ സ്ട്രക്ചർ എഴുതിക്കോളൂ. എന്തായാലും സ്ട്രക്ചർ എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് നമ്മള് ഏത് സ്ട്രക്ചർ ആയിരുന്നു? സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്. V1 ഒബ്ജക്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്തായിരിക്കും സ്ട്രക്ചർ? പറയൂ. വെർബിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ? പ്ലേ ആണെങ്കിൽ പ്ലേഡ് എന്നുള്ളത്. അപ്പൊ ഏതാണ്? V1, V2, V3 ഏതാണ്? V1 അല്ലേ? അല്ല, V2 ആ? V3 അല്ലേ? V3 അല്ലല്ലോ, V2 അല്ലേ? V2 ആണ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. ഓക്കെ, V2 ആണ് കേട്ടോ. പാസ്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ നമുക്ക് വേണ്ടത് പാസ്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എക്സാമ്പിൾസ് മേക്ക് ചെയ്യാലോ. ഒരുപാട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആൾറെഡി നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മേക്ക് എക്സാമ്പിൾസ്. She wrote letter. Yeah, she wrote letter. He ate banana. She ate banana. Okay, I played football. I played football. Yeah, okay. They walked on the
എക്സാമ്പിള് എല്ലാവരും നോട്ടിൽ എഴുതിയെടുക്കാം. എല്ലാവരും എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ആ എല്ലാ എക്സാമ്പിൾ എഴുതുമ്പോൾ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ആവും അല്ലെ. മാക്സിമം എഴുതിയെടുക്കാം, പറയുകയും ചെയ്യാം, അതിനൊപ്പം എഴുതുകയും ചെയ്യാം. ഓക്കെ, I ate banana. Okay, next പറയുകയും ചെയ്യാം, എഴുതുകയും ചെയ്യാം. I saw a picture. കേട്ടില്ല അഞ്ജു? I saw അല്ലേ വരുക? I saw a picture. ഒരു പിക്ചറിനെ കണ്ടോന്ന്. കണ്ടു. I saw a picture. I saw a picture. Yeah. I saw one movie in theater. In the theater. ചില വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആ സഫിയ ഒരു മൂവി കാണുമ്പോൾ നമ്മൾ കാണുക എന്ന് പറയുന്ന വേർബ് ഏതാണെന്ന് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ്. വാച്ച് അല്ലേ? വാച്ച് ആണ് കേട്ടോ. മൂവിക്ക് നമ്മൾ വാച്ച് ആണ്. അപ്പൊ വാച്ച് ഇടുന്ന വരും അല്ലേ? വാച്ച് ഇടുന്ന വരും. I watched a movie. My brother saw a movie yesterday. My brother watched a movie yesterday. മൂവിക്ക് വാച്ച് ആണ് നല്ലത്, കുറച്ചൊരു ബെറ്റർ, അതാണ് യൂസ് ചെയ്യാൻ നല്ലത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. My mother cooked for me a delicious food. Yes, cooked for me a delicious food. Okay, correct. I drank little water. I drank. Drink, drank. Okay. You must drank. Must. You. Sorry, once more. She went to school. Yeah, she went to school. Okay, correct. Then You walked half an hour every day. അല്ല, നിങ്ങൾ എല്ലാ ദിവസവും നടന്നു എന്നുള്ളതിന് എന്താ പറയാ? യു വാക്ക്ഡ് every day. you walked. Every day. എവിടെ എന്നുള്ളത് അല്ലേ? റോഡില്. On the road. On the road. Yeah, it's good. My uncle came to your house last year. Yeah. I sat on a bench. Sat on a bench. Okay. We went to the movie yesterday. Yeah, correct. Me and my brother finished our homework. Me and my brother finished our homework. Yeah. Okay. Divya, എന്താണ് സൈലന്റ് ആണല്ലോ? എന്തെറ്റി? ദിവ്യ ആളില്ലാന്ന് തോന്നുന്നു ക്ലാസ്സില്. ഏത് ദിവ്യാണ് മിസ്സേ? ദിവ്യ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. രണ്ട് ദിവ്യ ഉണ്ടോ? ഓക്കെ. ഓക്കെ, അത് രണ്ട് ദിവ്യ ഞാൻ ഉദ്ദേശിച്ചു. രണ്ട് ദിവ്യ. ക്ലിയർ ആയില്ല. എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. അതായത് സ്മാർട്ടില് അവിടെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. എനിക്ക് വോയിസ് കറക്റ്റ് ആയിട്ട് കേൾക്കണ പോലും ഇല്ല. ആണോ? വേറെ അങ്ങനെ പ്രോബ്ലം? ഇല്ല, മാമിന്റെ സൗണ്ട് ക്ലിയർ ആണ്. ഇപ്പൊ കറക്റ്റ് ആയി. കേട്ടില്ല കുറച്ച് മുന്നേ. ക്ലിയർ ആണല്ലോ? യെസ് മാം. അപ്പൊ എക്സാമ്പിൾസ് എല്ലാവരും എഴുതിട്ടോ. She sang a song, a cat ran away, she cooked a tasty lunch, I played tennis when I was young. Yeah, correct. So clear ആണല്ലോ past tense. She made for me gift. Okay ആണോ? No. She made for me a gift. No. Make അല്ല, make അല്ലേ? No. Why? എന്താണ്? make അങ്ങനെയല്ലേ? മേക്കിന്റെ പാസ്റ്റ് ടെൻസ് മേക്ക്ഡ് എന്നല്ല, മെയ്ഡ് ആണല്ലേ? ഞാൻ മറന്നു. മെയ്ഡ് ആണ്.
എല്ലാത്തിലും ഇഡി ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ പൊട്ടന്മാരാവും. She made my day. She made my day. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. He arranged a party. അറേഞ്ച്ഡ്. റെഗുലർ വേർബും ഇറഗുലർ വേർബും നമ്മൾ പഠിച്ചതല്ലേ? റെഗുലർ വേർബ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇറഗുലർ വേർബാണ് അറിയാവുന്നത്. മനസ്സിലായോ? അതായത് കം, കെയിം, ഗോൺ, ഗോ, വെന്റ്, ഗോൺ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രാങ്ക്, അങ്ങനത്തെ വേർബ് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ കുറെ നോട്ട്സ് തരാം കേട്ടോ. ടെൻസ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ തരാം. Go went അല്ലേ? ഗോ, വെന്റ്, ഗോൺ. മീറ്റ്, മെറ്റ്, മെറ്റ്. ഡ്രോയിന്റെ എന്താ വരിക? ഇത് കൊറേ പഠിച്ചതാണ്. She danced well. She danced well. ഫസാന ചോദിച്ചേ ഡ്രോ ആണോ? ഡ്രോ. ഡ്രോ, ഡു, ഡ്രോൺ. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞുതരാം. വേർബ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും അത് കൺഫ്യൂഷൻ ആണ്. അപ്പോ സിമ്പിൾ പാസ്റ്റ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഈ B2 ആണ് അറിയാത്തത്. അതിന്റെ മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ. ബാക്കി എല്ലാ സ്ട്രക്ചർ വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലെ? അതെ, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാനുണ്ട്. മറന്നു, കുറെ കാലമായില്ലേ? അതാണ് എനിക്കതാണ് തോന്നുന്നത്. വെറുതെ 3 ഫോംസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻസ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വൊക്കാബുലറി എല്ലാം ഞാൻ ക്ലാസ്സിൽ തരുന്നുണ്ട്. തരാട്ടോ. കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യണതൊക്കെ കുറച്ച് പഠിച്ചാൽ ശരിയാകും. നമ്മൾ ഡെയിലി ഇംഗ്ലീഷ് യൂസ് ചെയ്യാറില്ലല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും അല്ലേ വായിക്കുള്ളൂ. ഈ പഠിക്കാൻ വേണ്ടി മാത്രമല്ലേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വായിക്കണം. ഞങ്ങോട് ലൈഫ് അവസാനിക്കുന്നവരെ നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപാട് നോളജ് ഇംഗ്ലീഷ് നമ്മള് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹാബിറ്റ് ആണ്. നോളജ് ഉണ്ടാവണ്ടേ അല്ലെ? ഇതിനെ കുറിച്ചും ഇതിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. വായിക്കാം, സമയം കിട്ടുമ്പോൾ ഒക്കെ വായിക്കാം. ഓക്കെ, ശ്രമിക്കണം. അല്ല കാര്യം എനിക്കും മടിയൊക്കെ തന്നെ ഉണ്ട്. നിങ്ങളെ ഉപേക്ഷിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും മിസ് ഭയങ്കര വായനയാണ്, അതാണ് ഇതാണെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളത് പറയുക തന്നെയാണ്. ഓക്കെ, സമാധാനം അറിയോ എല്ലാവർക്കും? അങ്ങനെ വിചാരിച്ചിരുന്നോ മിസ് വായിക്കും, മിസ്സിന് നോളജ് ആണ്? തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? തെറ്റിദ്ധാരണയൊന്നുമില്ല. മിസ് എന്തായാലും പഠിക്കുന്നതിനനുസരിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് ന്യായം. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പഠിക്കുന്നുണ്ട്. അത് ന്യായം. അല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ നമ്മളും നാളെ ടീച്ചർമാരാകാൻ പോവുകയാണെങ്കിലും നമ്മളിപ്പോ നാളെ കുട്ടികളെ എന്തൊക്കെയാ പഠിപ്പിക്കണം എന്നുള്ളതൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നത് നല്ലതല്ലേ? അത് എല്ലാ ടീച്ചർമാരും അത് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ഞാൻ പഠിക്കാറുണ്ടായിരുന്നില്ല. നമ്മൾ ഈവൻ നമ്മുടെ ലൈഫ് എൻഡിങ് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ പഠനം അവസാനിക്കുകയില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് അറിവുകൾ നമ്മൾ പഠിക്കുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദിവ്യ എന്ന് പറഞ്ഞല്ലോ. ദിവ്യ സിനോജ് പറയൂ. ദിവ്യ പറയേ. പറയാൻ വന്നു. ഞാൻ പറയാൻ വന്നത് നമ്മളെ കുട്ടികളെ വരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിലബസും ഒക്കെ നമ്മൾ പഠിച്ചത് ഒന്നല്ല, അതിലും എലാബറേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം, അങ്ങനെയെങ്കിലും നമ്മൾ പഠിക്കും. അത് തന്നെ, അതാണ് എനിക്ക് ചില ഗ്രാമറൊക്കെ മാം പറയുമ്പോ ആദ്യം പഠിച്ചൊരു ഓർമ്മ വരുന്നത് ഇവരെയൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടാ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. അതിനുശേഷം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതാം. സ്ട്രക്ചർ നിങ്ങൾ തന്നെ പറഞ്ഞേ. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് was or were plus verb plus ing. Yeah. Subject plus was or were plus verb plus ing. Past continuous അല്ലേ ഇത്? Yes, past continuous. മിസ് ഒന്നും കൂടെ. Subject plus was or were plus
verb ing. Text ചെയ്തിട്ടുണ്ട് ട്ടോ. Subject plus was or were plus verb ing. Present ആണെങ്കിൽ is B1 തന്നെയല്ലേ ടീച്ചറെ? ഇതില് B1 തന്നെയല്ലേ വരിക? അതെ അതെ B1 ആണ്. B1 ing ന് കൊടുത്തു. ING അതിനുശേഷം ഒബ്ജക്റ്റും കൂടെ എഴുതിക്കോട്ടെ എല്ലാരും. എഴുതുന്നു. ing plus object. ഓക്കെ, അപ്പോ എക്സാമ്പിൾസ് മേക്ക് ചെയ്യൂ എല്ലാവരും. ടെക്സ്റ്റ് ചെയ്യൂ. I was reading a story. Okay. She was singing. Yeah. Okay. I was going to church. You was waiting for me on bus stop. ടീച്ചർ അവിടെ ഓൺ തന്നെയാണോ വരിക? You was waiting. You was ആണോ? ബൈ ബസ് സ്റ്റോപ്പ്. You was ആണോ? You were waiting for me. എവിടെയാണ്? ബസ് സ്റ്റോപ്പില്. എന്താണ് ഉദ്ദേശിച്ചത് സത്യ? ക്വസ്റ്റ്യൻ ആണ്. അവൾ എന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് വിളിക്കണം. അവൾ ആണ് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. നീ എന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. വെയിറ്റിംഗ് ഫോർ മീ പറയാം. She was waiting for me എന്ന് പറയാം. ഓക്കെ, കറക്റ്റ് ആണ്. I was playing cricket. We were playing cricket. Okay, we were studying. She was cooking. She was singing. Yeah, correct. Yes. Then, okay, നമ്മള് സിമ്പിൾ പാസ്റ്റിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും മലയാളം വേണ്ടേ? സിമ്പിൾ പാസ്റ്റിന്റെ മലയാളം വരുന്നത് ചെയ്തു. ചെയ്തു എന്നാണ് സിമ്പിൾ പാസ്റ്റിന്റെ മലയാളം. ചെയ്തു. I was waiting for the cab when I met Raj. Yeah, okay. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിന്റെ മലയാളം ചെയ്യുകയായിരുന്നു എന്നാണ്. ചെയ്യുകയായിരുന്നു. ഞാൻ പോകുമായിരുന്നു, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു, ഞാൻ പാടുകയായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ വായിക്കുകയായിരുന്നു. അങ്ങനെ മീനിങ്ങാണ്. ചെയ്യുകയായിരുന്നു. ഓക്കെ ടീച്ചറെ, ഐന്റെ ഒപ്പം വാസ് അല്ലേ? I was. I, You, she, it. I, he, she, it, everybody. ഇതിനൊക്കെ കൂടെ വാസ് ആണ്. was. Okay. You, we, theyയുടെ കൂടെ മാത്രം വേറെ വരും. I was, she was, he was, it was, everybody was. You were, we were, they were. Okay. Okay. Yeah, I was doing well. നന്നായിട്ട് ചെയ്യുകയായിരുന്നു. Yeah. Okay, examples clear അല്ലേ? എഴുതിയെടുത്ത എല്ലാവരും? ഇല്ല മിസ്സേ, മറ്റേ ചാറ്റിൽ നോക്കിട്ട് എഴുതണേ. Yeah. Yeah, കുറച്ചുകൂടെ പറയൂ. എക്സാമ്പിൾസ് ഒക്കെ പറയൂ എല്ലാവരും. He was walking on the road. He was walking on the road. എന്ന റോഡിലൂടെ നടക്കുകയായിരുന്നു. He was walking on the road. On the road. On the road. Then മിസ് വേറെ വരുന്നത് ഏതിലൊക്കെയായിരുന്നു? ഐ, ഹി, ഷീ, ഇറ്റ്, എവരിബഡിയില് വാസും. വേറെ ഏതിലൊക്കെ വരുന്നേ? പിന്നെ ബാക്കി ഏതൊക്കെ സബ്ജക്റ്റ് അവിടെ?
IUV they. No, അതില്ല. അയ്യോ sorry. I, UV they. he, she, it, everybody. ഇതിന്റെ കൂടെ was ആണ് വരുന്നത്. Was. Okay. You, we, they യുടെ കൂടെ പേരാണ്. We were dancing very well. Okay. We were sleeping. I was teaching. She was writing her notes. Right? Then I was waiting for her. Then I was waiting. Yeah. Okay. They were buying a new car. അവൾ ഒരു കാറ് വാങ്ങുകയായിരുന്നു. Yeah. You are washing clothes. Clothes wash ചെയ്യുകയായിരുന്നു. You were seeing a book. Question ആണത്. You were seeing a book. എന്താ ഉദ്ദേശിച്ചേ അഞ്ജു? Question ആണോ? അത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുക ടീച്ചറിന്? എനിക്ക് മനസ്സിലായില്ല. വെറുതെ ഒന്ന് ഇല്ല. അതിന്റെ അർത്ഥം എന്താ ടീച്ചറെ വരുക? നിങ്ങൾ ബുക്ക് കാണുകയായിരുന്നു എന്ന് വരും. അതെയോ? ആഹാ. ഓക്കെ. അവിടെ റീഡിങ്ങോ റൈറ്റിംഗോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാണുകയായിരുന്നു സെന്റൻസ് വൈസ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ പറയില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റില്ല? ഇല്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞുതരാം. ഓക്കെ. നിങ്ങൾക്കിനി ഇപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാം പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? ഷി വാസ് റൈറ്റിംഗ് ഹർ നോട്ട് എന്നൊക്കെ പറഞ്ഞു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇതിൽ പോസിറ്റീവ് തന്നെ നമുക്ക് പോസിറ്റീവ് സെന്റൻസ് ഉണ്ട്, നെഗറ്റീവ് സെന്റൻസ് ഉണ്ട്, പോസിറ്റീവ് ക്വസ്റ്റൻ ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റൻ ഉണ്ട്. ഇത് നാലും പഠിക്കണം. മനസ്സിലായോ? ആദ്യം നമ്മൾ ടെൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പോവാം. പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ടെക്സ്റ്റില് അത് ഒന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാണ്ട് നമ്മള് ടെക്സ്റ്റ് വൈസ് അല്ലാതെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് അത് പിന്നീട് പഠിക്കാനേ പറ്റുള്ളൂ. ഓക്കെ. കാരണം ടെക്സ്റ്റില് കംപ്ലീറ്റ് ചെയ്യണം. കാരണം എക്സാമിന് നിങ്ങൾ ടെക്സ്റ്റ് വൈസ് ആ എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ. അതില് ടെൻസ് പറഞ്ഞിട്ടുണ്ട്. ടെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ് ശരിക്കും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് ടെൻസ് പഠിച്ചാലാണ് ആക്റ്റീവും പാസീവ് വോയിസും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ടെൻസ് കഴിഞ്ഞതിന് ശേഷം ഇത് പഠിക്കണം. ആക്റ്റീവും പാസീവ് വോയിസും പഠിച്ചാലാണ് ഈ ടെൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ആക്റ്റീവ് പാസീവ് വോയിസ് എന്നായിരിക്കും. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. മിസ്സേ, ഇതില് ഈ നമ്മുടെ ഈ ടെക്സ്റ്റിലെ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയുന്നത് എന്താ? അത് ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രോഗ്രസീവിന് കണ്ടിന്യൂസ് എന്നാ പറയാ. കണ്ടിന്യൂസ് പ്രോഗ്രസീവ് സെയിം ആണ്. ഓക്കെ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് WH ക്വസ്റ്റ്യൻസ് ആണെന്ന് മാത്രം. ബട്ട് യു യൂഷ്വലി വേക്ക് അപ്പ് കണ്ടോ? യു ഡു വെൻ യു വേക്ക് അപ്പ് എവറി ഡേ. WH ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിച്ചതന്നെ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണല്ലോ. ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് പെട്ടെന്ന് പഠിച്ചാൽ പെട്ടെന്ന് എല്ലാ ചാപ്റ്ററും ഒക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും.
My son was not sleeping last night because of the cold. Yeah. ഇതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ക്ലിയർ ആണോ? പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ my son was sleeping last night എന്ന് പറയാം. നെഗറ്റീവ് was not പറയാം. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ മോൻ നിങ്ങളുടെ മോൻ നന്നായിട്ട് ഉറങ്ങിയിരുന്നോ, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയിരുന്നോ എന്ന് വരും ക്വസ്റ്റ്യൻ. അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ക്വസ്റ്റ്യനോ, മോൻ നന്നായിട്ട് ഇന്നലെ ഉറങ്ങിയിരുന്നില്ലേ എന്ന് ചോദിക്കും. അതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇതിലെല്ലാം പഠിക്കണം. സോ നമുക്ക് പയ്യെ എല്ലാം പഠിക്കാം. ഇപ്പോ where we sleeping? ഞാനിപ്പോ തിരക്കുന്നില്ല, കാരണം മിക്കവർക്കും അത് ഡൗട്ട് വരും. ഇപ്പോ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ ആണ്? അതെ മിസ്. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോവാം. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ഒന്ന് പറയുന്നു. ഇതായിരിക്കും വരാം. ഹാവ് ഓർ ഹാഡ്. ഹാഡ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് മാത്രമേ വരൂ. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. പ്രസന്റ് ടെൻസിനെ അപേക്ഷിച്ച് പാസ്റ്റ് ടെൻസ് ഭയങ്കര സിമ്പിൾ ആണ്. പ്രസന്റ് ടെൻസിൽ ഒരുപാട് ഹാസ് ഹാവ് യൂസ് ചെയ്യണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഹാഡ് മാത്രം. അത് മെയിൻ സബ്ജക്റ്റിൽ കൂടെ നിങ്ങൾക്ക് ഹാഡ് യൂസ് ചെയ്യും. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. മലയാളം എന്താ വരാ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ വരാം. അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വരും. ഞാൻ ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? I had seen him. Yeah, I have seen him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. I had seen him. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. I had gone to his house. ടീച്ചർ ഏതാ പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ? No, past perfect. നെറ്റ് പെട്ടെന്ന് പോയതുകൊണ്ടേ കുറച്ച് ഇതായിപ്പോയി. Past പറഞ്ഞിട്ടുള്ള subject plus had plus V3. ഹാഡ് പ്ലസ് V3 ഓ? Yeah. Subject plus had plus V3. ഓക്കെ. Okay. Sentence examples write എല്ലാവരും ട്ടോ. മീനിങ് ഒന്ന് പറയട്ടെ ടീച്ചറെ. മീനിങ് എന്താണ്? ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. Yeah, I had gone to his house. Yeah, correct. I had gone to his house. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. Okay, next. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഗോൺ അല്ലേ? ഗോൺ. He had gone to school. Yeah, he had gone to his school. He had gone to school. Correct. I had finished the work. He had gone to school. Yeah. Okay. Next. മിസ് ഇതിന് മലയാളം എന്താണ്? ചെയ്തിട്ടുണ്ടായിരുന്നു. He had written a story. Yeah, I have written a story. Okay. Next. I had made food. ഇത് ഹീയും ഷീയും മിറ്റും യൂവും വേറും അല്ല യൂവും വിയും അതിന്റെ കൂടെ എല്ലാം ഹാഡ് തന്നെയല്ലേ? അതെ, എല്ലാത്തിന്റെയും കൂടെ. I had eaten an apple. Had eaten an apple.
Yeah. ഞാൻ ആ ഒരു ആപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ. I have done my homework. I have done my homework. Yeah, correct. Oh, see. രണ്ടുപേരും ഒരുമിച്ച് ഒരേ എക്സാമ്പിൾ. I have slept before the film started. She had given some money. കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? Next. ടേക്കിന്റെ വീട്ടിൽ എന്താണ്? So, ടേക്ക് തന്നെയാണോ? take. ടേക്ക് ടുക്ക് ടേക്കണാണോ? ടേക്കണല്ലേ? Yeah, take, took, take. I had go for a walk. No, I had gone for a walk. Not go. Either form. Gone ആണ് വരാം. We have reached there. Yeah. My mother had taken a ticket for me. ഒരു ടിക്കറ്റ് എനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. Yeah. My mother had taken a ticket for me. Yeah, correct. എനിക്ക് വേണ്ടി ടിക്കറ്റ് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. They had completed their work before they left. Yeah. പോകുന്നതിന് മുൻപ് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. My father had saved for me some money. My father had saved money For my marriage. for my yeah. My father had saved some money for my marriage. I had eaten biryani. Yeah, biryani കഴിച്ചിട്ടുണ്ടായിരുന്നു. Okay. Okay, clear ആണല്ലോ? സിറ്റിന്റെ V3 സിറ്റ് തന്നെയല്ലേ? സിറ്റ് സാറ്റ് സിറ്റ് എന്നല്ലേ? Sit, sat, sit. Okay, clear ആണോ? The teacher had explained the lesson. Yeah, lesson. Okay. Okay. Next, സിറ്റിന്റെ സാറ്റ് തന്നെയല്ലേ വിത്രി? സിറ്റ് സാറ്റ് സാറ്റ്. sit, sat, sat. Yeah. Okay, ഞങ്ങൾ കൺഫ്യൂഷൻ ആക്കിയല്ലോ. അതെ, sat ആണ്. ഇപ്പൊ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? Yeah, past perfect. The baby is crying out loud. അത് present continuous ആണ്. Okay. Yeah. Sit, sat ആണ് ട്ടോ. ഇവിടെ the baby crying അത് present continuous ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് past perfect ആണ് ട്ടോ. Yeah. അപ്പൊ അടുത്ത ടെൻസിലേക്ക് പോട്ടെ. Past ഡ്രൈവിന്റെ V3 ഡ്രൈവ് എന്നാണോ? അല്ലേ? ഡ്രൈവ് ഡ്രോവ് ഡ്രൈവൺ അങ്ങനല്ലേ? ഡ്രിവൺ എന്നാ പറയാ, ഡ്രിവൺ. ഡ്രിവണോ ഡ്രൈവണോ ഒന്നെ. DRIVEN അല്ലേ? റീഡ് എന്ന് പറഞ്ഞേ. റീഡ് 3 റീഡ് തന്നെയല്ലേ? റീഡ്. അത് പറയണതിന്റെ വ്യത്യാസം, സ്പെല്ലിംഗ് എല്ലാത്തിലും ഒന്നല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം. റെഡ് എന്ന് പറയും. റെഡ് പറഞ്ഞാൽ നമ്മള് ചുവപ്പ് എന്നുള്ള അർത്ഥമല്ലേ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയണം. അത് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ്. പറയൂ, ഞാൻ ഇന്നലെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. പറയൂ. I had read a book yesterday. I had read a book yesterday. I had
I had read a book yesterday. Correct. Yeah, moving on to the next tense, past perfect continuous. Past perfect continuous. Okay, structure, subject plus, has plus, been plus, verb, ing plus object. Had been ആണ് വരുന്നത്. മറ്റേത് have അല്ലെങ്കിൽ has been ആണെങ്കിൽ ഇവിടെ had been ആണ്. ഒന്ന് പതുക്കെ പറയൂ. സബ്ജക്റ്റ് പ്ലസ് Had plus, been plus, verb plus. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. Okay. V1 അല്ലേ മിസ്സേ? V1 ആണ്. V1 ing. ing വരുമ്പോ എല്ലാം V1 ആണ്. Past Past perfect continuous. Past perfect continuous, structured, subject plus, had plus, been plus, verb, V1, ing plus object. മലയാളം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Okay? Yeah. Let's make the examples. Examples പറയൂ എല്ലാവരും. Have you been? Kiran? I had been working for 10 years. പറയാൻ പറ്റുമോ മിസ്സേ? Yeah. 10 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yes. Yeah. Kiran MB. Yeah. Clear ആയോ? She had been reading a story. I had been writing a magazine. He had been studying. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Studying some exam works. Yeah. ഞാനേ വെയിറ്റ് ചെയ്യേ. കിരൺ മനസ്സിലായോ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കിരൺ എന്നാണ് പ്രക്രിയയിലെ മിസ് ഇതിന്റെ മലയാളം എന്താ മിസ്? കിരൺ എന്ന് പറയുന്നത് കീർത്തിയാണ് മാം. കീർത്തിയാണ്. ഓക്കെ, കീർത്തി ക്ലിയർ ആണോ? അങ്ങനെ വരില്ല മിസ്സേ. എന്തോ ആ എക്സാമ്പിൾ വരില്ല. ഇല്ല. Have you been waiting? No. ഇതില് എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഹാഡ് ബീൻ തന്നെയല്ലേ ടീച്ചർ ചേർക്കുക? അതെ. ഓക്കെ, കീർത്തി സ്ട്രക്ചർ വൈസ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. Okay. He had been watching movies since morning. Yeah, correct. I have been singing. I have been playing. I have been trying a new recipe. I have been reading book. ടീച്ചറെ, ഇത് പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതല്ലേ, അല്ലാതെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? No. Past. Past is past. ഒരു സ്റ്റോറി ഒക്കെ പറയുമ്പോ ഞാനിങ്ങനെ എന്റെ അമ്മ വിളിക്കുന്ന സമയത്ത് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോ ഇങ്ങനെയുള്ള സെന്റൻസ് ഉപയോഗിക്കും അല്ലെ പാസ്റ്റില്? മലയാളം എന്തായിരുന്നു ടീച്ചറെ? നെറ്റ് ഒന്ന് കട്ടായി. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We had been dancing practice. ഡാൻസിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We had practicing dance. എന്താണ്? We had been practicing dance. He had been playing football. He had been walking. Yeah. I had been drinking tea. Yeah. Yes.
ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ടെൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ. ക്ലാസ്സിൽ നന്നായിട്ട് നിങ്ങൾ അത് പറയുന്നുണ്ട്, എക്സാംസ് എല്ലാം പറയുന്നുണ്ട്. എല്ലാവരും മാക്സിമം വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കാം. പ്രസന്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിലും എക്സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ട് പഠിക്കുക. ഓക്കെ, ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക. അത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. ഓക്കെ, V2 V3 ഒക്കെ കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് തെറ്റുകൂടാതെ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, V2 V3 ഞാൻ ഒരു ക്ലാസ്സില് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ പറ്റിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ശരി നിങ്ങൾക്ക് എഴുതിയെടുക്കുന്ന നല്ലത്. എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾ അപ്പോഴെങ്കിലും അത് പഠിക്കും. അപ്പൊ ടീച്ചർ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് റൂമിൽ ഇട്ട് തരുവാണെങ്കിൽ അവിടുന്ന് എഴുതിയെടുക്കാം ഞങ്ങള്. പിന്നെ ക്ലാസ്സിൽ പറയുകയും ചെയ്യാലോ. ഓക്കെ കേട്ടോ, പറ്റിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് വേണ്ടി വരും അത് പറയാനാണെങ്കിൽ. പറ്റിയ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതിക്കോളാം, കുഴപ്പമൊന്നുമില്ല. ഗൂഗിൾ ടീച്ചർ ഉണ്ടല്ലോ, V1 V2 V3 ഞാൻ അത് പഠിച്ചാൽ പോരെ? V1 V2 V3 പഠിച്ചാൽ പോരെ ടീച്ചറെ? നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരുപാട് വേർഡ്സ് കിട്ടും. ഞാനാണെങ്കിലും എനിക്ക് കുറച്ച് മിനിമം ഒരു 100 എണ്ണം ഒക്കെ പഠിച്ചാൽ പോരെ? അതിൽ കൂടുതലൊക്കെ പഠിക്കൂ. സിമ്പിൾ അല്ലേ? അത്യാവശ്യം വേണ്ടത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതില് പഠിക്കാം. അപ്പൊ അത് മതി. അപ്പൊ പിന്നെ ഞാൻ തരണ്ടല്ലോ, നിങ്ങൾക്ക് എന്തോരം പഠിക്കാം. അതിന്റെ പറ്റി ക്വാർട്ടറിൽ പഠിക്കട്ടോ എപ്പോഴും. അതാകുമ്പോ എത്രത്തോളം നിങ്ങൾ കവർ ചെയ്ത് വെക്കാൻ അറിയാൻ പറ്റും. ഓക്കെ, യെസ്, അതാണ് കുറച്ചുകൂടെ നല്ലത്. നന്നായിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റിയ മറക്കില്ല. I had been cleaning when I talked with my friend. Yeah, cleaning. എന്ത് ക്ലീനിങ്? എന്താ ക്ലീൻ ചെയ്തേ? ഒച്ചിട്ടില്ലല്ലോ. ഒച്ചിട്ടില്ല. I had been cleaning the house when I talked with my friend. അങ്ങനെയാണോ? എന്തോ തെറ്റല്ല. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. I had been cleaning floor മതിയോ? Floor. എന്തെങ്കിലും കുറച്ചുകൂടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ക്ലീനിങ് ഫ്ലോർ അല്ലെങ്കിൽ ക്ലീനിങ് ഹോം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു മാം. ക്ലീനിങ് ഫ്ലോറോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ആഡ് ചെയ്യാം. My dad had been studying push me. പഠിക്കാൻ എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ ഉദ്ദേശിച്ചത് അല്ലെ? പക്ഷെ അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് അല്ലെ? My dad had been pushing. അങ്ങനെ വരാം. അവിടെ വെറുതെ ഏതാണ്? ഡാഡ് എന്ത് പറഞ്ഞു? എന്നെ പുഷ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്നാ വരാം. പഠിക്കാൻ വേണ്ടി പുഷ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്നാ വരാം. My dad had been forcing അല്ലെങ്കിൽ pushing to study. അപ്പൊ forcing to study എന്ന് പറയുന്നത് study me എന്നൊക്കെ പറയോ? My dad had been forcing me to study. To അല്ല, പഠിക്കാൻ വേണ്ടി. For. Okay. എന്റെ അച്ഛൻ എന്നെ നന്നായിട്ട് ഫോഴ്സ് ചെയ്യായിരുന്നു, എന്നെ പഠിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മിസ്സേ അതൊന്നും പറയും. My dad had been forcing me for study. For study എന്ന് പറയണം. For study എന്ന് പറയാം. For study when I was in childhood, when I was a kid. ഇങ്ങനെ പറയാം. ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്റെ അച്ഛനെ പഠിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I had been learning English for 2 years. I had been jogging in the morning. അത് തെറ്റാണ്. I had been jogging.
ജോഗിങ് ചെയ്യാൻ പോകുന്നു ആണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോകുക എന്നാണ്. ഹാഡ് ബീൻ ഗോയിങ് ഫോർ ജോബ്. In the morning വേണ്ട. ഞാൻ സ്കൂളിൽ പോയപ്പോ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനും തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യാം അല്ലേ? ഓഗിന്റെ വാങ്ങ ഫാത്തിമ ഇങ്ങോട്ടാണോ അവിടെയാണോ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ വീട്ടിലാ? ഓക്കെ. അങ്ങനെയാട്ടോ പറയാ സഫിയ, അതാ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഐ ഹാഡ് ബീൻ ജോഗിങ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോ ഞാൻ മോർണിംഗ് ജോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ ജോഗിങ് ഇൻ ദ മോർണിംഗ് പറയാം, കുഴപ്പമില്ല. പറയോ? ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയാം. പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ ടീച്ചിങ് ആണോ യൂസ് ചെയ്യാം? ടീച്ചിങ് ആണ്. ഐ ഹാഡ് ബീൻ ടീച്ചിങ്. She had been teaching. I had been studying for 2 hours when my mom came home. എന്റെ അമ്മ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ അമ്മ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും. 2 മണിക്കൂർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. സ്കൂളിലേക്ക് പോയപ്പോൾ എന്ന് പറയാൻ ഏതാണ് യൂസ് ചെയ്യാ? ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചർ ഹാഡ് ബീൻ ടീച്ചിങ് വെൻ ഐ അതിനുശേഷമാണ് അറിയാത്തത്. വാസാണോ ഉപയോഗിക്കുക? സ്കൂളിൽ പോയപ്പോഴാണോ? സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർ ഹാഡ് ബീൻ ടീച്ചിങ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്നുള്ളതിൽ എന്താണ് എഴുതുക? ബാക്കി ടീച്ചർ പറയും. എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ ടീച്ചറോട് ചോദിക്കുന്നത്. When I was there no, when I was there or when I was reach no അങ്ങനെ. When I was ഞാൻ അവിടെ എത്തിയപ്പോഴാണോ? ഞാനിവിടെ പോയപ്പോൾ എന്ന് പറയുമ്പോ ഇത് പാസ്റ്റ് ആണോ? പോയപ്പോൾ പാസ്റ്റ് ആണല്ലോ. പാസ്റ്റ് ആണ്. അപ്പൊ ഐ വാസ് വെൻ ഐ വാസ് തന്നെ അതിന് ശേഷം എന്താ യൂസ് ചെയ്യുക അല്ലേ? ഐ വാസ് അല്ലേ? ടീച്ചർ പറഞ്ഞതില്ലേ ഉള്ളൂ. When I went there. വെന്റ് ആണോ? When I was there എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോയപ്പോൾ എത്തിയത് കൊണ്ടല്ലേ ടീച്ചറെ കണ്ടത്. ഞാൻ പോയപ്പോൾ അതായത് ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഓൾറെഡി ഞാൻ സ്കൂളിൽ പോയി ആണോ? പോയി. വെന്റ് വെഞ്ചല്ലേ? അപ്പൊ വാസനൊന്നല്ലല്ലോ, വെഞ്ചാണ്. ആവശ്യമില്ല അല്ലെ? ഐ വെന്റ് മാത്രം മതി. Went to school. ഞാൻ സ്കൂളിൽ പോയപ്പോൾ when I went to school. ഞാൻ സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. When I went to school, teacher had been teaching. Teacher had been teaching when I went there, no? When I went to school. എന്തൊരു സെന്റൻസ് മേക്കിംഗ് ആണ്. ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്തു. സെന്റൻസിനെ when I went to school the teacher was teaching there അങ്ങനെ എഴുതാൻ പറ്റുമോ? ഞാൻ സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറയാം. ആ സെന്റൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവിടെ പോയപ്പോൾ ടീച്ചർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടീച്ചർ ഹാഡ് ബീൻ ടീച്ചിങ് when I went to school അല്ലേ? when I went കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രിപ്പോസിഷൻസ് വരുന്നുണ്ടോ ടീച്ചറെ? The teacher had been teaching there when I went to school. ടു ആണല്ലേ? ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ടീച്ചർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വരും. ഓക്കെ. അപ്പോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. സഫിയ ആ ഒരു സെന്റൻസ് ഒന്ന് പറയാം ഒന്നുകൂടെ. ടീച്ചർ ഹാഡ് ബീൻ ടീച്ചിങ് there
when I went to school. ഒന്നുകൂടി പറയുവോ? ടീച്ചർ ഹാഡ് ബീൻ ടീച്ചിങ്. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. there അവിടെ. ഓക്കെ, ടീച്ചർ ഹാഡ് ബീൻ ടീച്ചിങ് there. എഴുതിയോ? യെസ്. എഴുതി. when I went to school. ഞാൻ എപ്പോഴാണോ സ്കൂളിൽ പോയത് അപ്പോൾ. ഓക്കെ. ഓക്കെ. അപ്പോ നന്നായിട്ട് ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ നന്നായിട്ട് പ്രസന്റ് ആണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെന്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നത് ക്ലിയർ ആവും. നമുക്ക് പരസ്പരം നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോ പാസ്റ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് തന്നെ ടെൻസ് കംപ്ലീറ്റ് ആകും. ഓക്കെ, സൈൻ ഔട്ട് പറയൂ. Hello. Good job, good job, good job today. You did a great job today. Clap, clap, clap. Sing with me. It's time to say goodbye. Goodbye, 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 my friends. You did a great job today. Clap, clap, clap. Sing with me. Let's wave our hands goodbye. Good afternoon, everyone. We would like to thank Ashwati Miss for taking the class today on behalf of each and every one of us. So I thank Ashwati Miss and everyone who attended the class today. See you in the next class. Goodbye. Okay, Okay, thank you teacher. Thank you friends. Thank you, teacher. Thank you. Okay, see you on the next class. Okay, bye. Bye. ബൈ മിസ്സേ.